ക്ഷണിക്കുകയാണ്. ശേഷം അവര് മാനേജർ ആണെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടിയെ അവിടുത്തെ VIP റൂമിലേക്ക് വിളിച്ചതോടെ എത്ര പണമാണ് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടതെന്ന് ചോദിച്ചത് പെൺകുട്ടി $30 എന്ന് പറഞ്ഞ ഉടനെ ആകെ ഷോക്കായി. അവര് മാനേജർ ആണെങ്കിൽ ഇപ്പോൾ താഴേക്ക് വീഴുന്നു. അവര് ബാങ്കിലുള്ളത് വെറും $20 മാത്രമാണ്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം ലോകത്തുള്ള പണത്തിന്റെ വാല്യൂ പെട്ടെന്നൊരു ദിവസം കുത്തനെ താഴേക്ക് പോയിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ സമ്പത്തിനെ അതൊട്ടും ബാധിച്ചിട്ടുമില്ല. അങ്ങനെ ആ മാനേജറിന്റെ പെരുമാറ്റം കണ്ട് ആകെ അന്തം വിട്ട ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ നോക്കിയാൽ ആ ഒരു മാനേജർ മറ്റുള്ള ബാങ്കുകളോട് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്നും അവൾക്ക് വേണ്ട പണം ശേഖരിച്ച് ഇപ്പോൾ അവൾക്ക് കൊടുക്കുകയാണ്. ശേഷം ആ പണവുമായി അവൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് അവൾ വാങ്ങിച്ച സാധനത്തിന് പേ ചെയ്യാനായി ഇപ്പോൾ അവളുടെ കയ്യിലെ $20 പുറത്തേക്ക് എടുത്തു. അത് കണ്ട് ആ ഒരു സ്റ്റോറിലെ സ്റ്റാഫ് ആണെങ്കിൽ ഇപ്പോൾ ഒച്ച വെച്ച് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിക്കുകയാണ്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആ പെൺകുട്ടിയെ കുറിച്ച് മനസ്സിലാക്കിയ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ ആണെങ്കിൽ പെൺകുട്ടിയോട് ക്ഷമ ചോദിച്ച് അവൾ വാങ്ങിച്ച സാധനത്തിന് അവൾ പണം തരണ്ടായി. നിങ്ങളുടെ കയ്യിലെ പണത്തിന് ഈ സൂപ്പർ മാർക്കറ്റ് മുഴുവനും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു ലക്ഷറി കാറിൽ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവൾ ഇപ്പോൾ അവളുടെ ക്ലാസ് യൂണിയനെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെന്ന് എത്തിച്ചുകൊണ്ട് അവളെ പണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ബുള്ളി ഇപ്പോൾ അവർ കൂട്ടത്തിലുണ്ടായിരുന്നു. ശേഷം ആ പെൺകുട്ടിയെ കളിയാക്കാൻ വേണ്ടി ആ ഒരു ബുള്ളിയാണെങ്കിൽ അവളുടെ കയ്യിലെ $10 എടുത്ത് അവളുടെ മുന്നിൽ ഇപ്പോൾ അവളുടെ പത്രാസ് കാണിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അത് വെച്ച് അവൾ ഇപ്പോൾ ആ പാവം പെൺകുട്ടിയെ കളിയാക്കിക്കൊണ്ടിരിക്കെ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ ബാഗിൽ നിന്നും $20 2 ബില്ലുകൾ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. ആൻഡ് ഇത് കണ്ടതും Choose yours. Left. Un frigo camelo cammina con amore.